ഫിഷ് മാർക്കറ്റിലേക്കാണ് പോണത്. അപ്പോൾ പോണ വഴിയിൽ ഈ ഒരു വാട്ടർ ഫൗണ്ടൈനൊക്കെ കുറച്ച് നേരം നോക്കി കണ്ടിട്ടാണ് പിന്നെ പോയത്. അപ്പോൾ നമ്മൾ നടന്നു പോണ സമയത്ത് ഇതുപോലെ കാഴ്ചക്ക് കണ്ട് കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ എത്താറ്. പോയിട്ട് ഇത് കുറേ വെറൈറ്റി മീനുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ആമയാണ് കേട്ടോ, ആമേനെയാണ് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ജീവനുള്ള മീനുകളൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവരത് കട്ട് ചെയ്തിട്ടൊക്കെ തരും. നല്ല പിടയ്ക്കണ മീനാണ്. പിന്നെ നമ്മുടെ ചെമ്മീൻ്റെ വെറൈറ്റി ഐറ്റംസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ കാണാത്ത മോഡലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാതും ആണെങ്കിൽ നല്ല പിടയ്ക്കണ ചെമ്മീൻ അങ്ങനെ ജീവുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബ്ലാക്ക് വരെയുള്ള ഒരു ടൈപ്പൊക്കെ ഞാൻ തീരെ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ കക്ക, ഞൗഞ്ഞി അങ്ങനത്തെ കുറേ ടൈപ്പുകളുണ്ടായിരുന്നു. പിന്നെ അതിലൊന്നും പെടാത്ത ഈ ഒരു സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു നീളനുള്ളൊരു സാധനം. പിന്നെ ഈ കക്ക, എരുന്ത്, ഇതിൻ്റെ കൂടെ ഇരിക്കുന്ന ശംഖ് പോലത്തെ ഒരു സംഭവം, അതിൻ്റെയൊക്കെ റേറ്റാണ് കേട്ടോ എഴുതി വെച്ചിട്ടുള്ളത്. $20 ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ്. ഈ സംഭവത്തിൻ്റെയൊക്കെ റേറ്റ് $20. അപ്പോൾ നാട്ടിലൊരു 200 രൂപ വരും. കാരണം ഞങ്ങളിതിൽ ഈ എരുന്താണ് വാങ്ങിച്ചത്. എന്നിട്ട് കുഞ്ഞിയാണെങ്കിൽ ഈ ഒരു ആളായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അവളൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പിന്നെ പോണത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈശാനും ആളോട് കത്തി വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഞണ്ടിനൊക്കെ ഇതുപോലെ ഇങ്ങനെ കൂട്ടായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ചൈനീസ് അല്ല, അവർ തമ്മിൽ ലാംഗ്വേജ് ഒന്നും അറിയില്ല. പക്ഷേ അതെന്തൊക്കെയോ പറയുന്നുണ്ട്, അവനെന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ മീനൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി.